ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ IPO എന്ന് വിശേഷിപ്പിക്കാവുന്ന പേടിഎം IPO നവംബർ 8 മുതൽ ആരംഭിക്കുകയാണ്. ഏകദേശം 18,000 കോടി രൂപയുടെ സൈസുള്ള ഈ IPOയെക്കുറിച്ചുള്ള ചർച്ചകൾ മാർക്കറ്റിൽ ഒരു വർഷം മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. പല ചർച്ചകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും പേടിഎം എന്ന കമ്പനിയുടെ പോസിറ്റീവ് സൈഡുകളെക്കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് സെക്ടറിലെ ഒരു പഴയ കമ്പനിയും അതിലധികം 58 മില്യൺ അക്കൗണ്ട് ഹോൾഡേഴ്സ്, അതായത് ഏറ്റവും അധികം അക്കൗണ്ട് ഹോൾഡറുള്ള ഡിജിറ്റൽ ബാങ്കുമായ പേടിഎം എന്ന ഡിജിറ്റൽ ബാങ്ക് എന്തുകൊണ്ടാണ് ജനപ്രീതിയിൽ പിന്നോട്ട് പോയത് എന്നുള്ള വസ്തുത. ടോട്ടൽ ട്രാൻസാക്ഷൻ വോളിയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 975 മില്യൺ യൂസർ ഫോൺ പേയും 827 മില്യൺ യൂസർ ഗൂഗിൾ പേയും ഉപയോഗിക്കുവാൻ താൽപ്പര്യപ്പെടുമ്പോൾ പേടിഎം ഉപയോഗിക്കുന്നത് വെറും 340 മില്യൺ യൂസേഴ്സ് മാത്രമാണ്. അതായത് ഡിജിറ്റൽ ബാങ്കിംഗ് ട്രാൻസാക്ഷൻ വോളിയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഫോൺ പേയ്ക്ക് 42.55% മാർക്കറ്റ് ഷെയറും ഗൂഗിൾ പേയ്ക്ക് 36.11% മാർക്കറ്റ് ഷെയറുമുള്ളപ്പോൾ പേടിഎമ്മിന് വെറും 14.86% മാർക്കറ്റ് ഷെയർ മാത്രമാണുള്ളത്. അതായത് ഈ കമ്പനി കോമ്പറ്റീഷനിൽ വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ IPO വരുന്നതിന് മുൻപേ ഈ കമ്പനിയുടെ 4 സീനിയർ ഒഫീഷ്യൽസ് ഈ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യുകയും ചെയ്തു. അതായത് ഒരു കോർപ്പറേറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ കോർപ്പറേറ്റ് ഇവൻറ്റ് വരുന്നതിന് മുൻപേ കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ്സ് റിസൈൻ ചെയ്യുന്നതിനെ ഒരു നെഗറ്റീവ് റിമാർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുക. കൂടാതെ IPO വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന വാല്യുവേഷനിലാണ് ഈ IPO വരുന്നത്. ഈ പശ്ചാത്തലത്തിൽ പേടിഎം IPO എന്ന IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ്, ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTST ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ്, യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. പേടിഎം എന്ന കമ്പനിയുടെ IPO ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപേ നമ്മൾ ആദ്യം പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണ് പേടിഎം IPOയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ സെക്ടറിൽ വളരെ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ സെക്ടർ അനുദിനം വളർന്നു വരികയാണ്. ഈ വളർച്ചാ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പേടിഎം IPOയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രോത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2005 ഇന്ത്യൻ ഇക്കോണമിയിൽ ഏകദേശം 3% ഡിജിറ്റൽ ട്രാൻസാക്ഷനും 92% ക്യാഷ് ട്രാൻസാക്ഷനുമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് 2015 ആയപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ 92% നിന്നും 78% ചുരുങ്ങുകയും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ 3% നിന്നും 20% വർദ്ധിക്കുകയും ചെയ്തു. 2020 ആയപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ 39% വർദ്ധിച്ചു. ക്യാഷ് ട്രാൻസാക്ഷൻ 78% നിന്നും 60% ഇടിഞ്ഞു. 2025 ക്യാഷ് ട്രാൻസാക്ഷൻ 60% നിന്ന് 41% ഇടിയുമെന്നും അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ 39% നിന്നും 58% വർദ്ധിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇയർ 2018 മുതൽ 2025 വരെയുള്ള ഇയറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ CAGR ഗ്രോത്ത് 45% എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ സെക്ടറിലെ ഒരു പ്രധാന സെഗ്മെൻറ്റാണ് മൊബൈൽ പേയ്മെൻറ്റ് സെഗ്മെൻറ്റ്. മൊബൈൽ പേയ്മെൻറ്റ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 2018 ഏകദേശം 73.9 മില്യൺ യൂസേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 2019 ആയപ്പോൾ 93.3 മില്യൺ യൂസറായി മാറിക്കഴിഞ്ഞു. 2025 ഇപ്പോൾ നിലവിലുള്ള യൂസേഴ്സിൻ്റെ 5 ഇരട്ടിയോളം മൊബൈൽ പേയ്മെൻറ്റ് യൂസേഴ്സ് വർദ്ധിക്കും എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഈ സെക്ടറിലും വളരെ വലിയ വളർച്ചാ സാധ്യതയാണുള്ളത്. അതായത് ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം കൂടിയതും ഇൻ്റർനെറ്റിൻ്റെ വില കുറഞ്ഞതും ഈ സെക്ടറിലെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ്, 2016 സെൻട്രൽ ഗവൺമെൻറ് ഡിമോണിറ്റൈസേഷൻ പോളിസി കൊണ്ടുവന്നു. ഡിമോണിറ്റൈസേഷൻ പോളിസിയുടെ ഫലമായി മാർക്കറ്റിൽ വളരെ വലിയ ക്യാഷ് ക്രഞ്ച് ഉണ്ടാവുകയും ക്യാഷ് ക്രഞ്ചിൻ്റെ ഫലമായി കൂടുതൽ ആൾക്കാർ ഡിജിറ്റൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഡിജിറ്റൽ വാലറ്റ് തുടങ്ങിയവ ഉപയോഗിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഇതിൻ്റെ ഫലം ഏറ്റവും അധികം ലഭിച്ചത് 2014 ലിസ്റ്റഡായ പേടിഎം എന്ന കമ്പനിക്ക് തന്നെയാണ്. പക്ഷേ എന്നിട്ടും പേടിഎം റീറ്റെയിൽ ട്രാൻസാക്ഷൻ സെക്ടറിൽ പിന്നിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും 2016 ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത UPI ആപ്പ് തന്നെയാണ്.
അതായത് UPI വഴി നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഫീസ് ഇല്ല എന്നുള്ള വസ്തുത പേടിഎമ്മിൻ്റെ ഡിജിറ്റൽ ഡോമിനൻസിനെ ഇടിച്ചു. ഇതുമൂലം ഈ സെക്ടറിലേക്ക് കൂടുതൽ കമ്പനികൾ, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള കൂടുതൽ കമ്പനികൾ വരികയും ഇവ കൂടുതൽ ജനകീയമാവുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ടാണ് റീറ്റെയിൽ ട്രാൻസാക്ഷൻ സെക്ടറിൽ പേടിഎമ്മിൻ്റെ ഡോമിനൻസ് ഇടിഞ്ഞത്. കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ ബിസിനസ് മോഡലിനെക്കുറിച്ചും മനസ്സിലാക്കാം. 197 കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്ന പേരിൽ 2000-ലാണ് ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ആയത്. ഇന്ത്യയുടെ ക്യാഷ്ലെസ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഇനേബിൾ ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമായി 2009-ലാണ് ഈ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. കമ്പനിയുമായി ബന്ധപ്പെട്ട് 33.7 കോടി കൺസ്യൂമേഴ്സും 2.18 കോടി മർച്ചൻസുമുണ്ട്. അതായത് 2 രീതിയിലുള്ള ബിസിനസ് വെർട്ടിക്കൽസ് നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കും. B2B, അതായത് ബിസിനസ് ടു ബിസിനസ് വെർട്ടിക്കൽസും അതുപോലെ തന്നെ ബിസിനസ് ടു കൺസ്യൂമർ വെർട്ടിക്കൽസും. ഇതുകൂടാതെ കമ്പനിയുടെ ബിസിനസ്സിനെ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 3 രീതിയിലുള്ള ബിസിനസ്സുകളാണ് ഈ കമ്പനി ചെയ്യുന്നത്. ഒന്ന് പേയ്മെൻറ്റ് സർവീസ്, രണ്ടാമത്തേത് കൊമേഴ്സ് ആൻഡ് ക്ലൗഡ് സർവീസ്, മൂന്നാമത്തേത് ഫിനാൻഷ്യൽ സർവീസ്. പേയ്മെൻറ്റ് സർവീസിൽ റീറ്റെയിലർ പേയ്മെൻറ്റ് സർവീസും മർച്ചൻറ്റ് പേയ്മെൻറ്റ് സർവീസും ഉണ്ട്. കൊമേഴ്സ് ആൻഡ് ക്ലൗഡ് സർവീസിൽ പേടിഎം മാൾ പോലുള്ള കൊമേഴ്സ് വെഞ്ചറുകളാണ്. ഈ കൊമേഴ്സ് വെഞ്ചറുകളൊന്നും അത്ര സക്സസ്സും അതുപോലെ തന്നെ പോപ്പുലറുമല്ല. മൂന്നാമത്തെ ഫിനാൻഷ്യൽ സർവീസ് നോക്കുകയാണെങ്കിൽ അവിടെ ഡിജിറ്റൽ ഡെബിറ്റ് കാർഡ്, ഡിജിറ്റൽ ലെൻഡിംഗ്, ഇൻഷുറൻസുകൾ, സ്റ്റോക്ക് ബ്രോക്കിംഗ് തുടങ്ങിയ ഒരുപാട് സെക്ടറിലുള്ള സർവീസുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ സർവീസ് സെക്ടറുകളിലൊന്നും ഈ കമ്പനി ഒരു ലീഡിംഗ് പൊസിഷനിലല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. റവന്യൂ ബ്രേക്കപ്പ് പരിശോധിക്കുകയാണെങ്കിൽ 25% റവന്യൂ കൊമേഴ്സ് ആൻഡ് ക്ലൗഡ് സർവീസിൽ നിന്നും 75% റവന്യൂ പേയ്മെൻറ്റ് ഫിനാൻഷ്യൽ സർവീസിൽ നിന്നുമാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് പരിശോധിക്കാം. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി കമ്പനിയുടെ അസറ്റ്സിലോ റവന്യൂവിലോ സെയിൽസിലോ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതായത് 2019 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് 87,668 മില്യൺ ആയിരുന്നു. 2020 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ അത് 1,03,031 മില്യനായി ഉയർന്നു. എന്നാൽ 2021 ഫിനാൻഷ്യൽ ഇയറിൽ അത് കുറഞ്ഞ് 91,513 മില്യനായി മാറിയിട്ടുണ്ട്. റവന്യൂ നോക്കുകയാണെങ്കിൽ റവന്യൂവിലും ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ കമ്പനി ലോസിലാണെന്ന് കാണാൻ സാധിക്കും. 2019 ഫിനാൻഷ്യൽ ഇയറിൽ 42,309 മില്യണിൻ്റെ ലോസും 2020 ഫിനാൻഷ്യൽ ഇയറിൽ 29,424 മില്യൺ ലോസുമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. 2021 ഫിനാൻഷ്യൽ ഇയറിൽ 17,000 മില്യൺ ലോസാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ലോസ് കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. സെയിൽസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസിലും ഒരു കൺസിസ്റ്റൻസി ഇല്ല. അതായത് 2018 ഫിനാൻഷ്യൽ ഇയറിൽ 2,987 കോടിയുടെ സെയിൽസ് ആയിരുന്നു ഉള്ളത്. അത് 2019 ഫിനാൻഷ്യൽ ഇയറിൽ 3,050, 2021 ഫിനാൻഷ്യൽ ഇയറിൽ 3,115, 2021 ഫിനാൻഷ്യൽ ഇയറിൽ 2,667 മില്യനുമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ വാല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. ലോസ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ട് നമ്മൾക്ക് കൺവെൻഷണൽ വേയിൽ ഈ കമ്പനിയുടെ വാല്യൂഷൻ കണക്കാക്കാൻ സാധിക്കുകയില്ല. PE നോക്കുകയാണെങ്കിൽ PE വാല്യൂ നെഗറ്റീവിൽ തന്നെയാണ്. സൊമാറ്റോ പോലുള്ള സ്റ്റാർട്ടപ്പുകളുടെ വാല്യൂഷൻ അനാലിസിസ് ചെയ്യാൻ ഉപയോഗിച്ച റവന്യൂ മൾട്ടിപ്പിൾ അപ്രോച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ് ടു റവന്യൂ ജനറേഷൻ അപ്രോച്ച് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം $20 മില്യൺ വാല്യൂഷനാണ് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. അതായത് മാർക്കറ്റ് ക്യാപ് ടു റവന്യൂ ജനറേഷൻ നോക്കുകയാണെങ്കിൽ 37.18% കാണാൻ സാധിക്കുന്നത്. അതായത് പ്രീവിയസ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ സൊമാറ്റോ അതുപോലെ തന്നെ നൈക്ക എന്നീ കമ്പനികളേക്കാൾ ഉയർന്ന വാല്യൂഷനിലാണ് ഈ കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകാൻ പോകുന്നത് എന്നർത്ഥം. അതായത് കഴിഞ്ഞ 5 വർഷമായി ഈ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇല്ല, ലോസിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ അസറ്റ്സിലും റവന്യൂവിലും ഒരു കൺസിസ്റ്റൻസി ഇല്ല. കമ്പനിയുടെ സെയിൽസിലും ഒരു കൺസിസ്റ്റൻസി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ കമ്പനി ഏറ്റവും ഉയർന്ന വാല്യൂഷനിലാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നത്. IPOയുമായി ബന്ധപ്പെട്ട പ്രധാന ഡേറ്റുകൾ മനസ്സിലാക്കാം. IPO ആരംഭിക്കുന്നത് നവംബർ 8-ാം തീയതിയും അവസാനിക്കുന്നത് നവംബർ 10-ാം തീയതിയുമാണ്. IPOയിൽ ഇഷ്യൂ ചെയ്യുന്ന ഓരോ ഷെയറുകളുടെയും ഫേസ് വാല്യൂ ₹1 പെർ ഇക്വിറ്റി ഷെയർ എന്ന റേറ്റാണ്. IPOയുടെ പ്രൈസ് ബാൻഡ് ലോവർ പ്രൈസ് ബാൻഡ് 2,080 അപ്പർ പ്രൈസ് ബാൻഡ് 2,150 ഈ IPOയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് മിനിമം 1 ലോട്ട് വാങ്ങേണ്ടി വരും. 1 ലോട്ടിൽ 6 ഷെയറുകളായിരിക്കും ഉണ്ടാവുക. കമ്പനി NSEയിലും BSEയിലും ലിസ്റ്റഡ് ആകുന്നുണ്ട്. IPO നമ്മൾക്ക് ലഭിച്ചില്ല എങ്കിൽ ഫണ്ട് നവംബർ 16-ാം തീയതി മുതൽ തിരിച്ച് ലഭിക്കുന്നതാണ്. IPOയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് 18 നവംബർ 2021 ഇനി നമ്മൾക്ക് ഈ കമ്പനിയുടെ
പ്രൊമോട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിചയപ്പെടാം. വിജയ് ശങ്കർ ശർമ്മയ്ക്ക് ഈ കമ്പനിയിൽ 14.6% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. അതിനുശേഷം ആലിബാബ ഗ്രൂപ്പിന് 7.2%, ചൈനീസ് ഗ്രൂപ്പായ ആൻഡ് ഗ്രൂപ്പിന് 29.6% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. ജപ്പാൻ ബേസ്ഡ് കമ്പനിയായ സോഫ്റ്റ് ബാങ്കിന് 19.6% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ആൻഡ് ഗ്രൂപ്പ് ഈ IPOയ്ക്ക് ശേഷം ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 29% നിന്നും 25% കുറയ്ക്കും. അതായത് 29% നിന്നും 25% താഴെയാക്കി കുറയ്ക്കും. ഏകദേശം 5000 കോടി രൂപയാണ് കമ്പനി ഈ IPO വഴി റൈസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പല മേജർ പ്രൊമോട്ടേഴ്സും കമ്പനിയിൽ നിന്നും എക്സിറ്റ് ആകും IPOയോട് കൂടി. അതിനുശേഷം ഈ കമ്പനിക്ക് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊമോട്ടർ ഇല്ലാത്ത അവസ്ഥയാവും. അതായത് കമ്പനി മാനേജ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് എന്ന കാറ്റഗറിയിലായിരിക്കും ഇനി ഈ കമ്പനി വരിക. IPOയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിൻ്റ് അനാലിസിസിലേക്ക് കടക്കാം. കമ്പനിയുടെ ഏറ്റവും സ്ട്രോങ് പോയിൻ്റ് കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. അതായത് ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസിൻ്റെ മറ്റൊരു പേരായിട്ടാണ് Paytm എന്ന പേരറിയപ്പെടുന്നത്. കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ $6.3 ബില്യൺ ആണ്. അതുകൂടാതെ ഏകദേശം 333 മില്യൺ കസ്റ്റമേഴ്സും ഏകദേശം 2.2 കോടി മർച്ചൻസും ഈ കമ്പനിയുമായി അസോസിയേറ്റഡ് ആയിരിക്കുന്നു. മർച്ചൻറ്റ് പേയ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ മർച്ചൻറ്റ് ട്രാൻസാക്ഷൻ റവന്യൂവിൻ്റെ 50% Paytm വഴിയാണ് വരുന്നത്. ഇവിടെ ഈ സെക്ടറിൽ Paytm മാർക്കറ്റ് ലീഡറാണ്. ഗൂഗിൾ പേയ്ക്ക് 10%, ഫോൺ പേയ്ക്ക് 30% മാർക്കറ്റ് ഷെയറാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആയും Paytm ഉപയോഗപ്പെടുന്നു. 42% പേയ്മെൻറ്റ് ഗേറ്റ്വേ പെർസെൻറ്റേജ് Paytmൽ നിന്നും 34% ബിൽ ഡെസ്കിലുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ പ്രധാനപ്പെട്ട കോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ വളരെയധികം ഓവർ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് പോർട്ട്ഫോളിയോയാണ് കാണുന്നത്. ഒരുപാട് സെക്ടറിൽ കമ്പനി പ്രസൻസ് ഉണ്ടെങ്കിലും ഒരു സെക്ടറിലും ഈ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സെക്ടറിലും ഈ കമ്പനി മാർക്കറ്റ് ലീഡറുമല്ല. എല്ലാ സെക്ടറിൽ നിന്നും ഈ കമ്പനിക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും UPI ട്രാൻസാക്ഷൻ സെക്ടറിൽ കമ്പനി വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നു. ഇത് കമ്പനിയുടെ പേയ്മെൻറ്റ് സർവീസ് സെക്ടറിലെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നതിനും കാരണമായേക്കാം. കാരണം മർച്ചൻറ്റ് പേയ്മെൻറ്റ് സെക്ടറിൽ കമ്പനിക്ക് അതിൻ്റെ ഡോമിനൻസ് നിലനിർത്തണമെങ്കിൽ UPI പേയ്മെൻറ്റ് സെക്ടറിൽ ഈ കമ്പനിക്ക് അതിൻ്റെ ഡോമിനൻസ് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. UPI പേയ്മെൻറ്റ് സെക്ടറിൽ കമ്പനി പിന്നോക്കം പോവുകയാണെങ്കിൽ അത് സബ്സിക്വൻ്റ്ലി മർച്ചൻറ്റ് പേയ്മെൻറ്റ് സെക്ടറിലും കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. അതുപോലെ തന്നെ ഈ കമ്പനി സ്റ്റോക്ക് ബ്രോക്കറായും ഇൻഷുറൻസ് പ്രൊവൈഡറായും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡറായും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി മൾട്ടിപ്പിൾ റെഗുലേറ്റിംഗ് ഏജൻസി ഈ കമ്പനിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും RBIയുടെ റെഗുലേഷൻസ്, IRDAയുടെ റെഗുലേഷൻസ്, സെബിയുടെ റെഗുലേഷൻസ് തുടങ്ങിയവ ഈ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. ഇതിലെന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ഇത് കമ്പനിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് സീനിയർ എക്സിക്യൂട്ടീവ്സ് ഈ കമ്പനിയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് കമ്പനിയുടെ ബിസിനസ്സിലുള്ള ലാക്ക് ഓഫ് ഫോക്കസ് കൊണ്ടാവാം സീനിയർ എക്സിക്യൂട്ടീവ്സ് കമ്പനിയിൽ നിന്നും എക്സിറ്റ് ആകുന്നത്. ഇത് ഈ കമ്പനിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസാണ്. ഇനി നമ്മൾക്ക് കൺക്ലൂഷൻ പാർട്ടിലേക്ക് കടക്കാം. കൺക്ലൂഷൻ പാർട്ടിൽ Paytm IPOയിൽ അപ്ലൈ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. Paytm എന്ന കമ്പനി ഒരു പേയ്മെൻറ്റ് സർവീസ് ആപ്ലിക്കേഷൻ പ്രൊവൈഡറിൽ നിന്നും വളരെ വലിയ ഒരു മൾട്ടി സർവീസ് പ്രൊവൈഡിംഗ് കമ്പനിയായി വളർന്നു കഴിഞ്ഞു. കമ്പനി വളരുന്നതനുസരിച്ച് കമ്പനിയുടെ എക്സ്പെൻസും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസും പ്രൊമോഷണൽ എക്സ്പെൻസും വളരുകയാണ്. ഓരോ വർഷവും കമ്പനിയുടെ വരുമാനത്തിലേറെയാണ് കമ്പനിയുടെ ചിലവുകൾ. അതുകൊണ്ട് വരും വർഷങ്ങളിലും ഈ കമ്പനി പ്രോഫിറ്റബിൾ കമ്പനിയായി മാറും എന്നുള്ളൊരു അഷ്വറൻസ് നമ്മൾക്കൊരിക്കലും നൽകാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ റീസെൻ്റ്ലി പുറത്തു വന്ന മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു കാര്യം വ്യക്തമാകും. കമ്പനി വീണ്ടും ബിസിനസ് എക്സ്പാൻഷനിലും ഗ്രോത്തിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ പ്രോഫിറ്റ് മേക്കിങ്ങിലല്ല. അതുകൊണ്ട് വരും സമയങ്ങളിൽ ഈ കമ്പനി IPOയിൽ ലിസ്റ്റിംഗ് ഗെയിൻ എന്ന പർപ്പസോട് കൂടി അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒട്ടും ഉചിതമായ തീരുമാനമായിരിക്കുകയില്ല. ഇനി വിവിധ എക്സ്പെർട്ടിൻ്റെ വ്യൂ നമ്മൾക്ക് കേട്ടു നോക്കാം. വാല്യൂഷൻ ഗുരു എന്നറിയപ്പെടുന്ന അശ്വന്ത് ദാമോദരൻ്റെ വ്യൂ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവും അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ പോയിൻ്റ് ഓഫ് വ്യൂവും ഈ IPO അത്ര അട്രാക്റ്റീവ് അല്ല എന്നാണ് അശ്വന്ത് ദാമോദരൻ പറയുന്നത്. പക്ഷേ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ എക്സ്പേർട്ടായ ജ്യോതി റായ് പറയുന്നത് വരും സമയങ്ങളിൽ മൊബൈൽ പേയ്മെൻറ്റ് സെക്ടറിൽ 5 ഇരട്ടിയോളം ഗ്രോത്ത് ഉണ്ടാവും. അതുകൊണ്ട് 5 ഇരട്ടിയോളം ഗ്രോത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് Paytmൻ്റെ IPOയിൽ അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ 5 വർഷത്തിന് ശേഷം Paytm എന്ന കമ്പനി പ്രോഫിറ്റബിൾ ആകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്.
ഓവറാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പേടിഎം എന്ന കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുമ്പോൾ 1,40,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായിരിക്കും. ആൾറെഡി 1,40,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരുപാട് മികച്ച കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിഡിലൈറ്റ്, ഡാബർ പോലുള്ള കമ്പനികളെല്ലാം ഇതേ മാർക്കറ്റ് ക്യാപ്പിൽ വരുന്ന കമ്പനികളാണ്. അതുകൊണ്ട് 5 വർഷത്തിന് ശേഷം പ്രോഫിറ്റബിൾ ആകുന്ന ഒരു കമ്പനിയിൽ സ്പെക്കുലേറ്റീവ് വേ അപ്രോച്ചിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഇപ്പോൾ പ്രോഫിറ്റബിൾ ആയിരിക്കുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്